നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിന്നെ അവള് വന്നത് അവൻ അവിടെ വീട്ടിലില്ലാത്തത് കൊണ്ട് മാത്ര. ഇപ്പൊ അവൻ വന്നു അറിഞ്ഞപ്പോ അവള് വേഗം പോയത് കണ്ടില്ലേ. ഇതൊന്നും മനസ്സിലാക്കാതെ ഞാൻ അവള് തിരിച്ചു വന്നല്ലോ എന്ന് പറഞ്ഞ് വെറുതെ സന്തോഷിച്ചു. അങ്ങനെയൊന്നും അല്ല ഏട്ടാ. നീ ഇനിയൊന്നും പറയണ്ട മഞ്ജരി. എന്നു മുതലാണോ ഈ നന്ദ അവളുടെ ജീവിതത്തിലേക്ക് വന്നത്, അന്നു മുതല് എന്റെ മോൾ എന്നെ തടയാൻ തുടങ്ങിയതാ. അവസാനം അവള് എന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് കാണിച്ചു തരികയല്ലേ ചെയ്തേ. പക്ഷെ ഇതിനെല്ലാം കാരണക്കാരൻ ആരാണെന്നറിയാമോ? ആ നാശം നന്ദയാ. അവൻ കാരണ ഞാനിപ്പോ ഈ മനോവേദന അനുഭവിക്കുന്നേ. ഇനി ഈ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നു മുതൽ അവനാണോ അതോ 25 വർഷം പൊന്നുപോലെ വളർത്തിയ ഞാനാണോ വലുതെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കാം. നീ പോയി ഉറങ്ങിക്കോ, ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കട്ടെ. പറഞ്ഞത് കേട്ടില്ലേ? ചെല്ലേ. ശരി ഏട്ടാ. സാമ്പാ, നീ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല അല്ലേ? ഇപ്പം മനസ്സിലാവും നിനക്ക്. സാമ്പാ, അമ്മേ, അമ്മയായിരുന്നു. ഞാൻ തന്നെയാ. എന്തിനാണ് ആ ഘോരമന്ത്രം ഉച്ചരിച്ച് എന്നെ ഇവിടേക്ക് വരുത്തിയത്? നിനക്കെന്താണ് ആവശ്യം? എന്നെ സഹായിക്കണം അമ്മേ. സഹായമോ? ആ, അതെ അമ്മേ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, 7ാമത്തെ ആ ജീവൻ ഞാൻ എത്രമാത്രം ശ്രമിച്ചിട്ടും ആ ദൈവശക്തിയെ മറികടന്ന് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല.
ഓരോ തവണയും അവനെ കൊല്ലാനുള്ള അവസരം ഒത്തുവരുമ്പോഴെല്ലാം ഏതോ ഒരു ശക്തി തടയുന്നു. ഇന്നലെ അവനെ കൊല്ലുവാനുള്ള എല്ലാ അവസരവും ഒത്തുവന്നതാ. അത് തടയാൻ ഒരുങ്ങിയ ദൈവശക്തിയെയും ഞാൻ പിടിച്ചുകെട്ടി. പക്ഷേ അവസാനം ഒരു പെണ്ണ് കാരണം അവസരം നഷ്ടപ്പെട്ടു. ഇതിനു മുൻപൊരിക്കലും ഇതേ പെണ്ണ് തന്നെയാണ് അവനെ എന്റെ കയ്യിൽ നിന്നും രക്ഷിച്ചത്. ഇങ്ങനെ പോയാൽ ഗ്രഹണത്തിന് മുൻപ് ആ ജീവൻ എടുക്കാൻ കഴിയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് അമ്മയുടെ സഹായം തേടിയത്. സാമ്പ, ചെകുത്താന്മാരെ പൂജിക്കുന്ന നമ്മൾ ഒരിക്കലും ഒന്നിനെയും പേടിക്കാൻ പാടില്ല. അഘോരന്മാർക്ക് മുന്നിൽ ശത്രുക്കൾക്ക് സ്ഥാനമില്ല. സാമ്പ, നീ ഏറ്റെടുത്ത കാര്യം ഒരു നിസ്സാര കാര്യമല്ല. ഇത് ഈ ലോകത്തിനെ നീചശക്തികളുടെ ലോകമായി മാറ്റാനുള്ള അതീവ ഗൂഢശ്രമമാണ്. അതുകൊണ്ട് പല തടസ്സങ്ങളും ഉണ്ടാവുക തന്നെ ചെയ്യും. നീ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. ഇനി അങ്ങോട്ട് ഞാനും നിന്റെ കൂടെ തന്നെയുണ്ട്. ഇത് മതി എനിക്ക്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നീ ഒരു കാര്യം ചെയ്യേ. നന്ദ വാ, ലേറ്റ് ആയി. അനാമിക നിക്ക്, തിരക്ക് പിടിച്ച് ബോധമില്ലാതെ ഫോൺ വരെ മറന്നു വെച്ചിട്ടാ പോകുന്നത്. താങ്ക് യു. ശരി, പെട്ടെന്ന് ഇറങ്ങാൻ നോക്കാം. വാ, സമയമുണ്ടെന്നേ. കൂൾ. വെറുതെ കളിക്കല്ലേ. ഇന്ന് മീറ്റിംഗ് ഉള്ളതാ. ഋഷിയുടെ കറക്ഷൻസ് എല്ലാം പറയാനുള്ളതാ. അതൊക്കെ നമുക്ക് ചെയ്യാം, നീ ടെൻഷൻ ആവാതെ. ഈ സമയത്ത് ഇതാരെ? എന്നോട് ചോദിച്ചാ പോയി നോക്ക്. അപ്പൊ അതിനും ഞാൻ പോണല്ലേ? നമസ്കാരം. നിങ്ങള് ഇവിടെ നന്ദൻ എന്ന് പറഞ്ഞ ആരാ? ഞാൻ തന്നെ. ആ, എന്റെ അമ്മാവൻ ഈ വീട്ടിലാ താമസിച്ചിരുന്നെന്ന് ഞാൻ കേട്ടു. നിങ്ങളുടെ അമ്മാവന്? അതെ, അദ്ദേഹത്തിന്റെ പേര് തുളസീന്നാ. ഓ, വാ വാ വാ. നമുക്ക് ഇറങ്ങിയാലോ നന്ദ? അനാമിക, നിനക്കൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? നീ ഓഫീസിലേക്ക് പോയിക്കോ. ഇത് തുളസി സാറിന്റെ ബന്ധുവാ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഞാൻ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഏയ് വേണ്ട, നീ വെറുതെ ലേറ്റ് ആവണ്ട, നീ പോയിക്കോ. ചെല്ലേ. ശരി. പോയിട്ട് വാ മോളെ. വാ സാർ, വാ. ഇരിക്കു സാർ. ആ, പറയൂ സാർ, എന്താ കാര്യം? എന്റെ അമ്മാവൻ തുളസിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് കുറച്ച് സ്വാധീനക്കുറവുണ്ട്. അദ്ദേഹം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് കുടുംബം പോലും ഉപേക്ഷിച്ച് പൂർണ്ണമായ ആത്മീയതയിലേക്ക് പോയി. അതിനുശേഷം അമ്പലങ്ങൾ തോറും യാത്രകൾ നടത്തി ഇടയ്ക്കിടയ്ക്ക് കാണാതെ പോകാറുണ്ട്. 6 മാസത്തിനു മുൻപ് ഇതുപോലെ ഉണ്ടായതാ. പെട്ടെന്നൊരു ദിവസം കാണാണ്ട് പോയി. അതിനുശേഷം രാമേശ്വരത്ത് നിന്നാ കണ്ടെത്തിയത്. ഇപ്പോഴും അതുപോലെ വീണ്ടും കാണാതായിരിക്കുക. സർ, എന്താ ഈ പറയുന്നത്? അദ്ദേഹം കുറെ നാളായിട്ട് ഇവിടെ താമസിക്കുക. പക്ഷെ ഞങ്ങൾക്കൊന്നും തോന്നിയില്ല അങ്ങനെ. ആളെപ്പോഴും നോർമൽ തന്നെയാണല്ലോ. അയ്യോ, മോൻ വിചാരിക്കുന്ന പോലെ അദ്ദേഹത്തിന് അത്രയ്ക്ക് ഭ്രാന്തൊന്നുമില്ല. ഭക്തി കുറച്ച് കൂടിപ്പോയതാ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അത്രയേ ഉള്ളൂ മോനെ. എന്തൊരു അവസ്ഥയെന്നൊക്കെ. കുറച്ചാൾ മുൻപ് ആൾക്കെന്തോ വയ്യായിക വന്ന് ഒന്ന് തളർന്നു പോയായിരുന്നു. സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള പോലെ. എന്താ ഈ പറയുന്നത്? സത്യമാണോ ഇത്? സത്യ. മാത്രമല്ല, ആരോ ഒരാൾ നിങ്ങളുടെ അമ്മാവനെ കൊല്ലാൻ വരെ നോക്കി. അതിനുശേഷം അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ ആയത്. എന്റെ ദൈവമേ, അദ്ദേഹം ആർക്കൊരു ദ്രോഹം ചെയ്യാത്ത ആളാണല്ലോ. അയാൾക്ക് ഇങ്ങനൊരു അവസ്ഥയായ അദ്ദേഹത്തെ ദൈവമാണ് ഭദ്രമായി നിങ്ങളുടെ അടുത്ത് എത്തിച്ചത്. ഒരുപാട് നന്ദിയുണ്ട് മോനെ. എന്നാ ഇനി നിങ്ങൾക്കൊരു കഷ്ടപ്പാടും ഉണ്ടാവില്ല മോനെ. അമ്മാവനെ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. അതിപ്പോ ശരി, നിങ്ങളിവിടെ ഇരിക്കും, ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് വരാം. ശരി, പോയിട്ട് വാ. പതുക്കെ പതുക്കെ പതുക്കെ.
അമ്മാവാ, അയ്യോ അമ്മാവാ, നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ. ആ ദൈവത്തിന് കണ്ണില്ലേ അമ്മാവാ? അമ്മാവാ, നിങ്ങൾ ഇതെന്ത് ഇങ്ങനെ നോക്കുന്നത്? നിങ്ങളുടെ ബന്ധുവല്ലേ? അതെ. വീട്ടിലേക്ക് തിരിച്ചുകൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. എന്താ എന്താ അമ്മാവാ? എന്താ ഇങ്ങനെ എന്തോ ഇല്ല ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഇല്ല എന്ന് പറഞ്ഞല്ല, അദ്ദേഹം വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞായിരുന്നു. മോനെ, മാമൻ എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യാറ്. മാമൻ ഇങ്ങ് വന്നേ. മാമൻ വാ. മാമൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അമ്മാവനില്ലാതെ വീട്ടിൽ ഒരു സന്തോഷമില്ല അമ്മാവാ. അമ്മാവൻ വന്നേ, വീട്ടിലേക്ക് പോവാ.